നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ഡോക്ടർ കൃപ റേച്ചൽ ഫിലിപ്പ് ഫ്രം ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ എറണാകുളം. മാം ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. വെൽക്കം ടു ദി ഷോ മാം. താങ്ക് യു. സോ ഇന്ന് നമുക്ക് കുറച്ച് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാമുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് ലോകത്തിലുള്ള ഓൾമോസ്റ്റ് മെനി ഓഫ് ദി കപ്പിൾസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇൻഫെർട്ടിലിറ്റി. സോ വാട്ട് ആക്ച്വലി ഈസ് ഇൻഫെർട്ടിലിറ്റി? ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ടും ഒരു കപ്പിൾ ഒന്നിച്ച് താമസിക്കുന്നു വിത്തൗട്ട് എനി കോൺട്രസെപ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു നോർമൽ രീതിയിൽ ഇന്റർകോഴ്സ് ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാത്ത ഒരവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ അത് ലൈക്ക് നമ്മുടെ ഏജ് നമുക്ക് വളരെ അഡ്വാൻസ് 35+ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഡെഫിനിഷനെ കുറച്ചും കൂടെ നമുക്ക് ഒന്ന് മിനുക്കി എടുക്കാൻ പറ്റും. ലൈക്ക് അത്രയും 1 ഇയർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല. ബിഫോർ ദാറ്റ് ഇറ്റ് സെൽഫ് നമുക്ക് വേണമെങ്കിൽ അവരെ ആ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരികയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. സോ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസും ലൈഫ് സ്റ്റൈല് കാരണം ഒക്കെ ഇൻഫെർട്ടിലിറ്റി വരാം എന്ന് കേട്ടിട്ടുണ്ട്. സോ വാട്ട് ആർ ദി ആക്ച്വൽ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി? ഇൻഫെർട്ടിലിറ്റി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ മെറ്റബോളിക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു സ്പെക്ട്രത്തിൽ തന്നെയാണ് പലരും പെടുത്താറുള്ളത്. എങ്കിലും പല റീസൺസ് ഉണ്ട്. വൺ അമംഗ് ദ കോസസ് മാത്രമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഇത്. എങ്കിലും നമുക്കതിനെ ബ്രോഡായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മെയിലിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ മെയിൽസിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് യൂഷ്വലി സ്പേമിന്റെ കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ, അത് ടെസ്റ്റിക്കുലർ പ്രോബ്ലംസ് ഓർ പ്രീ ടെസ്റ്റിക്കുലർ അങ്ങനെ നമുക്ക് കാറ്റഗറൈസ്. അതായത് ചിലർക്ക് ബ്രെയിനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട്, മറ്റു ചിലർക്ക് ടെസ്റ്റിക്കുലർ പ്രോബ്ലംസ്, അതായത് ചെറുപ്പത്തിൽ മുണ്ടിനീര് വരികയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ട്രോമ എന്തെങ്കിലും സർജറി ചെയ്യുകയോ അങ്ങനെ ടെസ്റ്റസിന് ഡാമേജ് വരുമോ, അല്ലെങ്കിൽ ചിലപ്പം ചില കുട്ടികൾക്കാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ലുക്കീമിയോ അങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചിലർക്ക് ടെസ്റ്റിക്കുലർ ഇൻസൾട്ട്സ് വരുന്നതിനെ സംബന്ധിച്ച് കൗണ്ട് കുറഞ്ഞു പോകാറുണ്ട്. മറ്റു ചിലർക്കാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഇജാക്കുലേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ അത് സ്പേം വെളിയിലേക്ക് വരുന്നതിനുള്ള തടസ്സങ്ങൾ, ചില ഇൻഫെക്ഷൻസ് വന്നു, അല്ലെങ്കിൽ ചില സർജറി ചെയ്തപ്പോൾ ആ സ്പേം വരുന്ന കനാലിനകത്ത് എവിടെയെങ്കിലും ഡാമേജ് വന്നു, ഇതെല്ലാം റീസൺസ് ആണ്. അപ്പം ബ്രോഡ്ലി നമുക്കൊരു ഹോർമോണൽ പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ആയിട്ടോ നമുക്ക് മെയിൽ ഇൻഫെർട്ടിലിറ്റിയെ തരംതിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ജനറൽ കോസസ് ആയിട്ട് ഇപ്പം നമ്മൾ പറയുന്ന ഒബീസിറ്റിയും സ്മോക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ജനറലായിട്ട് സ്പേം കൗണ്ടിനെ തന്നെ കുറയ്ക്കാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഫീമെയിൽസിലോട്ട് വരുമ്പോഴും കൂടുതൽ നമ്മൾ സ്ട്രക്ചറലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അഗൈൻ ഒവേറിയൻ പ്രോബ്ലം, അണ്ടോൽപാദനത്തിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യൂട്രസിന്റെ അബ്നോർമാലിറ്റീസ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ഫെലോപ്പിൻ ട്യൂബ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതും വളരെ കൂടുതലാണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായ സർജറിയിൽ ഡാമേജ് വന്നു, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന അസുഖത്തിലൂടെ ഡാമേജ് വന്നു, അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ്, അങ്ങനെ ഇൻഫെക്ഷൻ ഡാമേജസ് ആയിട്ട് ട്യൂബിന് വരുന്ന വ്യത്യാസങ്ങൾ, പിന്നെ അതല്ലാതെ ഹോർമോണൽ പ്രോബ്ലംസ് ആയിട്ട് അത് നമ്മുടെ അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും അങ്ങനെ ഒരു അതിനകത്ത് അഗൈൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസും അതുപോലെ ഓവർ എക്സസൈസ് അല്ലെങ്കിൽ ഇൻആക്ടിവിറ്റി, രണ്ട് എൻഡ് ഓഫ് ദ സ്പെക്ട്രവും നമ്മുടെ ഹോർമോണൽ ഇതിനെ എന്താ പറയുക ഓൾട്ടർ ചെയ്യും. പിന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ് അത് വളരെ കോമൺ ആണ് ഇപ്പോൾ. അതെല്ലാം നമ്മുടെ ഓവുലേഷനെ ആയിട്ട് ബന്ധപ്പെട്ട് അതാണ് ഒരു എന്താ പറയുക, ഒരു ജനറലായിട്ട് നമ്മൾ പറഞ്ഞാൽ കുറച്ചുള്ള കോസസ്. പിന്നെ കമ്പൈൻഡ് ഫാക്ടേഴ്സ് ഉണ്ട്, രണ്ടുപേരിലുമുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ചിലപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം. പിന്നെ ഒരു കാറ്റഗറി ഉണ്ട് അൺഎക്സ്പ്ലെയിൻഡ്, നമുക്ക് ഒരു റീസൺസും പറയാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ഉണ്ടാവും. അതായത് ദേ വിൽ ബി ഇൻഫെർട്ടൈൽ, പക്ഷെ അതിന്റെ ഒരു കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതാണ് പേഷ്യൻസിന് നമ്മൾ അവെയർ ആക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യന്റിന്റെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് പേഷ്യന്റ് ഫോളോ അപ്പിന് വരിക. അവരെ ഒരു എന്തൂസിയാസ്റ്റിക് ഒരു പേഷ്യന്റ് എപ്പോഴും അത് തരണം ചെയ്യും. പക്ഷെ ഹാഫ് വേ ത്രൂവിൽ അത് നിർത്തി പോകുന്നവർക്ക് അയ്യോ ഇതാകുന്നില്ല, കാരണം കണ്ടുപിടിക്കുന്നില്ല, ഡിസാർട്ടൻ്റ് ആയിട്ട് നിർത്തുന്നവർ പലപ്പോഴും അത് ആ ഒരു കംപ്ലീഷനിലോട്ട് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് പേഷ്യൻസിന് അങ്ങനെ അൺഎക്സ്പ്ലെയിൻഡ് ആണെങ്കിലും പല 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 സ്റ്റെപ്സിലാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ അവർക്ക് കിട്ടാറുണ്ട്. ഓക്കെ. മാം തന്നെ നേരത്തെ പറഞ്ഞൊരു ടേമാണ് എൻഡോമെട്രിയോസിസ്. സോ ദാറ്റ്സ് ഓഫൻ കണക്റ്റഡ്. ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ്, പക്ഷെ പലർക്കും അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. സോ എന്താണ് ആ ഒരു കണ്ടീഷൻ, അത് എത്രമാത്രം റിസ്കി ആണ്, ഡേഞ്ചറസ് ആണ് എന്നുള്ളതൊന്ന് പറയാമോ? എൻഡോമെട്രിയോസിസ് നമ്മുടെ കേരള കോസ്റ്റിൽ കുറച്ച് അധികമായിട്ട് കോമൺ ആയിട്ട് കാണാറുണ്ട്. നമ്മുടെ ഒരു പ്രിവലൻസ് ഉണ്ട് ഈ ഒരു സ്റ്റേറ്റ് ഓഫ് പോപ്പുലേഷനിൽ. കാരണം അത് നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ, നമുക്ക് സ്ത്രീക്ക് മെനിസ്ട്രേറ്റിംഗ് ബ്ലഡ് വെളിയിലേക്ക് പോകുമ്പോൾ
ചില കുട്ടികൾക്ക് അത് ഉള്ളിലോട്ട് തന്നെ ബ്ലീഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഗർഭപാത്രത്തിനുള്ളിൽ അല്ലാതെ എവിടെയെങ്കിലും ഈ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കുകയും ആ കിടക്കുന്ന ബ്ലഡ് ചുറ്റുമുള്ള സ്ട്രക്ചേഴ്സിനെ അഡ്ഹർ ചെയ്യുക അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് മൂലം അതിന്റെ നോർമൽ അനാറ്റമിക്കൽ സ്ട്രക്ചർ മാറുകയും മറ്റുള്ള ഓർഗൻസിലോട്ട്, അത് കുടല് അല്ലെങ്കിൽ അണ്ടവാഹിനി കുടൽ, അതൊക്കെ ഒട്ടലിലേക്ക് പോകുമ്പോൾ അവർക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ വരും. അപ്പം ഇതിന്റെ സിംറ്റംസ് കൂടുതലായിട്ട് എൻഡോമെട്രിയോസിസ് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഒരു അലാമിങ് സ്റ്റേജിൽ, ഇപ്പം എല്ലാവർക്കും പീരിയഡിന് പെയിൻ ഉണ്ടാവും, പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു എക്സ്ട്രീംലി ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പെയിൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥിരമായിട്ടുള്ള ലോവർ അബ്ഡോമിനൽ പെയിൻ, പീരിയഡിനെ സംബന്ധിച്ചും അല്ലാതെ എപ്പോഴും ഒരു ബാക്ക് ഏക്ക് അല്ലെങ്കിൽ എപ്പോഴും ഒരു വേഗ് അബ്ഡോമിനൽ പെയിൻ ഉള്ളവർ. അതും അല്ലാതെ പിന്നെ മറ്റൊരു സിംറ്റംസ് ഇൻഫെർട്ടിലിറ്റി ആയിട്ട്, മറ്റു സിംറ്റം കാണണമെന്നില്ല, പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ കൺസീവ് ആകാൻ ബുദ്ധിമുട്ട് വരുന്നു. കൺസീവ് ആകാത്ത കുട്ടികളെ നമ്മൾ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വരുമ്പോൾ, അതുകൊണ്ടായിരിക്കും നമുക്ക് ജനറൽ പോപ്പുലേഷനെക്കാട്ടി നമ്മൾ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ എൻഡോമെട്രിയോസിന്റെ ഒറിജിൻ പ്രെവലൻസ് വളരെ കൂടുതലാണ് നമ്മൾ നോക്കുമ്പോൾ. അപ്പം ചില നോർമൽ, ഇപ്പം എൻഡോമെട്രിയോസ് ഉള്ള ചില കുട്ടികൾ നാച്ചുറലായിട്ട് കൺസീവ് ചെയ്ത് പോവുകയും സിസേറിന്റെ ടൈമിലായിരിക്കും ചിലപ്പോൾ അവർക്ക് എൻഡോമെട്രിയോട്ടിക് സ്പോട്ട് ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഒരു പോപ്പുലേഷൻ, അതിനകത്ത് ഒരു കാറ്റഗറി, ഒരു 50% പേരെങ്കിലും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വന്ന് എൻഡ് അപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഈ അസുഖം ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ബേസിസ് ഈ മെൻസ്ട്രേറ്റിംഗ് ബ്ലഡ് അകത്തോട്ട് പോവുകയും അതിന്റെ സ്ട്രക്ചേഴ്സിനെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന അനാറ്റമിക്കൽ ചേഞ്ചസ്, അതാണ് ഈ അസുഖത്തിന്റെ ഒരു റൂട്ട് കോസ്.